നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആൻസിലറി പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ഹാരപ്പൻ സൊസൈറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു യൂണിറ്റില് നമ്മൾ പറഞ്ഞു വെച്ചത് അവസാനിപ്പിച്ചത് വെങ്കലത്തിന്റെ കണ്ടുപിടുത്തം, വെങ്കലയുഗ സംസ്കൃതിയുടെ ആരംഭത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വെങ്കലയുഗ സംസ്കൃതിയായിരുന്നു ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെങ്കലം ഉപയോഗപ്പെടുത്തി അവര് നാഗരികത ആരംഭിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു നാഗരികതയുടെ ഉദയം അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് അത് കണ്ടെടുക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1920കളില് ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് സിന്ധു നദീതടത്തിൽ നടത്തിയ ഖനനങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ഒരു വളരെ മഹത്തായിട്ടുള്ള ഒരു സംസ്കാരം ഇവിടെ ഈ ഒരു മേഖലയിൽ നിലനിന്നിരുന്നു എന്ന് കണ്ടെടുക്കപ്പെടുന്നത്. ആദ്യമായിട്ട് കണ്ടെടുക്കപ്പെട്ട കേന്ദ്രം ഹാരപ്പ, ദയാറാം സാഹ്നി എന്ന ഒരു പുരാവസ്തു ഗവേഷകൻ ഹാരപ്പ എന്ന കേന്ദ്രം കണ്ടുപിടിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തിന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരം ഒരു എക്സ്കവേഷനിൽ ആദ്യം കണ്ടെടുക്കപ്പെട്ട സൈറ്റിന്റെ പേരിലാണ് ആ ഒരു സിവിലൈസേഷൻ അറിയപ്പെടുന്നത്. കൂടാതെ ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഈ സിന്ധു നദിയുടെ തടത്തിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത് അല്ലെ. സപ്തസൈന്ധവം എന്ന് പറയും. സിന്ധുവും അതിന്റെ 5 പോഷക നദികളും പിന്നെ സരസ്വതി നദിയും കൂടി ചേരുന്ന ആ ഒരു മേഖലയിലാണ് ഇന്നത്തെ ഇതിന് മെജോറിറ്റി ഓഫ് സൈറ്റ്സ് നിലകൊള്ളുന്നത് നമ്മുടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് ഇന്ന്. അപ്പോ ആ ഒരു പ്രദേശങ്ങളിലാണ് ഇത് നിലനിന്നിരുന്നത്. ഓക്കെ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗങ്ങളിലാണ് ഈ ഒരു മഹത്തായ സംസ്കാരം നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വളരെ നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഈ ഒരു കാലഘട്ട ഹാരപ്പൻ സംസ്കാരത്തിലെ ജനങ്ങളുടെ ഉപജീവന രീതി എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ തന്നെ കൂടാതെ അവര് ചെറിയ തോതിലുള്ള കച്ചവടങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. തുടക്കത്തിലൊക്കെ വേട്ടയാടലും മൃഗപരിപാലനവും ഒക്കെ അവരുടെ മത്സ്യബന്ധനം ഇതൊക്കെ അവരുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വിളകൾ ഗോതമ്പും ബാർലിയും ഒക്കെ ആയിരുന്നു. നെൽകൃഷിയെ സംബന്ധിക്കുന്ന വളരെ ചെറിയ തെളിവുകളൊക്കെ നമുക്ക് പല പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, നെൽകൃഷിയും ഒപ്പം അന്ന് നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത് ഈ ഹാരപ്പൻ നിവാസികളാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതിനിടയിൽ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഓരോ പ്രദേശത്തു നിന്നും നോട്ടബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെ അല്ലെങ്കിൽ ഓരോ ഹാരപ്പൻ സൈറ്റ്സിന്റെയും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അക്കമിട്ട് പറഞ്ഞു പോകാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് റഫായിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറയാം. ഇപ്പൊ മൊത്തത്തില് കാള, എരുമ, ഒട്ടകം, നായ ഇത്തരം ജീവികളെയൊക്കെ അവർക്ക് ഫെമിലിയർ ആയിരുന്നു, അവർ ഇണക്കി വളർത്തിയിരുന്നു. പക്ഷെ കുതിരയെ കുറിച്ച് ഉള്ള തെളിവുകളൊന്നും ഈ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. ഇനി ആനയൊക്കെ ഇവര് വളർത്തിയിരുന്നതിന്റെ സൂചനകൾ അവരുടെ കലാസൃഷ്ടികളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഭാരം ചുമക്കാൻ അവർ കാളയെ ഉപയോഗിച്ചു. കൂടാതെ പരുത്തി തുണിയും കമ്പിളിയും ഒക്കെ അവര് ഉപയോഗിച്ചിരുന്നു. ഇനി അവരുടെ ആർട്ടും ക്രാഫ്റ്റും ടെക്നോളജിയും ഒക്കെ ഹാരപ്പൻ നിവാസികൾ കലയോട് ആഭിമുഖ്യമുള്ള ആളുകളായിരുന്നു. വെങ്കലത്തിലൊക്കെ തീർത്ത ഒരുപാട് ശില്പങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലേതായിട്ട് സീലുകള്, ആഭരണങ്ങള്, മുത്തുകള് ഒക്കെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് ലിപി ഉണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള ചിത്രലിപി തന്നെ ആയിരുന്നു. പക്ഷെ അത് ഇന്ന് വരെ ഡെസിഫർ ചെയ്യാനായിട്ട് സാധിച്ചില്ല, വായിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോ അങ്ങനെ ഇടത്തു നിന്ന് വലത്തോട്ടും പിന്നെ ഇങ്ങനെ വലത്തു നിന്ന് ഇടത്തോട്ടും, അതായത് നിർത്താതെ തുടർന്നു പോകുന്ന ഒരു രീതിയിലുള്ള, നമ്മളൊരു വരി അവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത വരി തുടങ്ങുകയാണ്. എന്നാൽ ഇത് നിർത്താതെ ഇങ്ങനെ പോകുന്ന ഒരു ലിപിയായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ അത് എന്താണ് അവർ എഴുതിയതെന്ന് ഇന്നും അതില് ശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ അളവ് തൂക്കങ്ങൾക്ക് 16ഉം അതുപോലെ അതിന്റെ ഗുണിതങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അളവ് തൂക്ക സമ്പ്രദായം അവിടെ നിലനിന്നിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ലോഹം ചെമ്പും അതുപോലെ വെങ്കലവുമായിരുന്നു. ഇരുമ്പ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ, ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒടുക്കത്തിലൊക്കെ ഇരുമ്പിന്റെ ചെറിയ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണ്. കാരണം ഇരുമ്പുമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നത് ആര്യന്മാരാണെന്നും അവരാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ പതനത്തിന് കാരണമെന്നൊക്കെയുള്ള ഒരു വ്യൂ അവിടെ വേറെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ചില
ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തില് ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ അവസാന ഘട്ടത്തിൽ ഇരുമ്പിന്റെ വളരെ പരിമിതമായ ഉപയോഗം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ പക്ഷെ ഏറ്റവും കൂടുതൽ പ്രബലം ഏതാണ്? ഇരുമ്പ് കൊണ്ടുവന്നത് ആര്യന്മാരാണ് എന്ന അഭിപ്രായം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ എങ്കിലും അമ്പും വില്ലും അങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം തന്നെ ചൂണ്ടക്കൊളുത്തുകളും ഒക്കെ ഈ കാലഘട്ടത്തിലേതായിട്ട് കണ്ടെടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു നഗരാസൂത്രണം അവര് ഫോളോ ചെയ്തിരുന്നു എന്നതിന് പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷനിൽ ഒരു അപ്പർ ടൗൺ അല്ലെ, സിറ്റാഡൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോട്ട കെട്ടി സംരക്ഷിച്ച ഈ സിറ്റാഡലും ഇനി കീഴ്പട്ടണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കീഴ്പട്ടണങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള കർഷകരും മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളും താമസിച്ചു. ഈ അപ്പർ ടൗണിൽ അഥവാ സിറ്റാഡലിനകത്ത് ഈ ഭരണവർഗമാണ് താമസിച്ചിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അന്നുണ്ടായിരുന്ന പല പ്രധാനപ്പെട്ട നിർമ്മിതികളായിരിക്കും അല്ലെ. ഒരു ഗ്രേറ്റ് ബാത്ത്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രേറ്റ് ബാത്ത് എന്താണ് അങ്ങനെ ഓരോന്നും മെൻഷൻ ചെയ്യാത്തത്. ഗ്രേറ്റ് ബാത്ത് എന്ന ഒരു വലിയ സ്നാനഘട്ടമുണ്ട്. ഈ സ്നാനഘട്ടം, അതുപോലെ വലിയ ഒരു ഗ്രാനറി, ധാന്യപ്പുര, ഇതെല്ലാം കണ്ടെടുക്കുന്നത് എവിടെയാണ്? ഇതെല്ലാം കണ്ടെടുക്കുന്നത് ഈ മൊഹൻജൊദാരോ ഒക്കെ ഉൾപ്പെടുന്ന ഈ മേൽ പട്ടണത്തിലാണ്, അതായത് സിറ്റാഡലിനകത്താണ്, കോട്ടയ്ക്കകത്ത് ആണ്. അപ്പൊ അതിനർത്ഥം ഈ കീഴ്പട്ടണങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകള് ഗ്രെയിൻസ് അഥവാ ധാന്യങ്ങള് ഇവർക്ക് നികുതിയായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നികുതി ആയിട്ട് ലഭിക്കുന്ന ധാന്യങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നത് ഈ ധാന്യപ്പുരകളിലാണെന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്, നമ്മൾ അനുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ വളരെ സുശക്തമായിട്ടുള്ള ഒരു ഭരണം അവിടെ നിലനിന്നിരുന്നു. പിന്നെ ഏറ്റവും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ അടഞ്ഞ അഴുക്കുചാൽ വ്യവസ്ഥ തന്നെയായിരുന്നു. ക്ലോസ് ആയിട്ടുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റം അല്ലെ, ഡ്രൈനേജ് സിസ്റ്റമാണ് ഏറ്റവും നോട്ടബിൾ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഹാരപ്പൻ നിവാസികളുടെ വൃത്തിയെ കുറിച്ചുള്ള സൂചന മാത്രമല്ല നൽകുന്നത്, മറിച്ച് അവിടെ ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഭരണം നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആളുകൾക്ക് വളരെ ശുചിത്വത്തിൽ ഒക്കെ താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല, അവർ കൃത്യമായിട്ട് വീടുകൾ വെച്ചാണ് അവർ താമസിച്ചിരുന്നത്. എല്ലാവർക്കും നല്ല മേൽത്തരം വീടുകൾ തന്നെയാണ്, വളരെ സുരക്ഷിതത്വവും ഒക്കെ ഉള്ള വീടുകൾ തന്നെയായിരുന്നു. ചില വീടുകൾ വളരെ വലിയ വീടുകൾ ഉണ്ടായിരുന്നു, 12 മുറിയും വരെയുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഡബിൾ സ്റ്റോറീഡ് ആയിട്ടുള്ള ഇരുനില വീടുകളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പൊ ഓരോ വീടുകൾക്കും സ്വന്തമായിട്ട് കിണറുകളും ബാത്റൂം സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ വീട്ടിലെയും ഗാർഹികമായിട്ടുള്ള ഈ വേസ്റ്റ് വീട്ടിൽ നിന്ന് ചെറിയ ഒരു അഴുക്കുചാൽ വഴി വന്ന് നഗരത്തിലെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന വലിയ അഴുക്കുചാലിലേക്ക് കൊണ്ടുവന്ന് വീഴ്ത്തുകയും അത് നഗരത്തിന് വെളിയിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്യുന്ന വലിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു കേന്ദ്രീകൃത ഭരണം അവിടെ നിലനിന്നിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂടാതെ ഈ അഴുക്കുചാലിനെല്ലാം തന്നെ മാൻ ഹോളുകൾ ഉണ്ടായിരുന്നു. മാൻ ഹോളുകളും അതുപോലെ പിറ്റുകളും, ഇടയ്ക്കിടയ്ക്ക് ചില കുഴികൾ. ഈ പിറ്റുകളിലേക്ക് ഖരമാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടുകയും അവിടെ ഒരു മാൻ ഹോള്, അപ്പൊ ആ മാൻ ഹോളിലൂടെ ഇറങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്യാനൊക്കെയുള്ള, കോരിക്കളയാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ചുടുകട്ട കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സൺ ബേക്ക്ഡ് ആയിട്ടുള്ള കട്ടകൾക്ക്, ഇഷ്ടികകൾക്ക് പകരം നല്ല ഈടും ഉറപ്പുമുള്ള ചുട്ടെടുത്ത ഇഷ്ടികകൾ, ചൂളക്കി വെച്ച് ചുട്ടെടുത്ത ഇഷ്ടികകൾ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും ഈ ജനങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അപ്പൊ എന്തായാലും എൽ ബാഷാമിന്റെ ഒക്കെ അഭിപ്രായത്തില് അവിടെ ഒരു പുരോഹിത വർഗം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭരണം, അതായത് നമുക്കിനെ തിയോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഒരു തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അവിടെ നിലനിന്നിരുന്നു എന്നാണ് എൽ ബാഷാമിന്റെ ഒക്കെ അഭിപ്രായം. അപ്പൊ റോഡുകൾ വളരെ നല്ല രീതിയിൽ വീതിയേറിയ മട്ടകോണാകൃതിയിലുള്ള റോഡുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ അന്നത്തെ ആ ഒരു നഗര പ്ലാനിങ്ങിനെ കുറിച്ച് അല്ലെ, നഗരാസൂത്രണത്തെ കുറിച്ചുള്ള, ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള വലിയ സൂചനകളാണ് നൽകുന്നത്. ഇനി അന്ന് നിലനിന്നിരുന്ന ഒരു മതവിശ്വാസം എന്ന് പറയുന്നത്, ഹാരപ്പൻ നിവാസികള് ചെറിയ തോതിലുള്ള ഒരു മതവിശ്വാസം അന്ന് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ സ്റ്റോൺ ഏജിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യൻ മതവിശ്വാസത്തിന്റെ ആദിമ രൂപം അവരിൽ എത്തിച്ചേരാൻ. ബിക്കോസ് അവർക്ക് ഭയമുള്ളതിനെ എല്ലാം ആരാധനയോട് ബഹുമാനത്തോടെ കാണുകയും ഭയമുള്ളതിന്
സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഇങ്ങനെ സോപ്പിട്ട് നിർത്തുന്ന ഒരു രീതി മനുഷ്യൻ ആദ്യം തൊട്ട് തന്നെ അവലംബിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് മനുഷ്യന്റെ മതവിശ്വാസം ആരംഭിക്കുന്നത് എന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ, സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെയും ചരിത്രകാരന്മാരുടെയും ഒക്കെ അഭിപ്രായം. കാരണം മനുഷ്യൻ അവന് ഭയമുള്ള പ്രകൃതി ശക്തികൾ, അവന് ഒരു എത്തും പിടിയും കിട്ടാത്ത, അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെ അവൻ ആരാധിക്കുന്ന ഒരു രീതി ആരംഭിച്ചു. എന്തായാലും നമ്മുടെ ഹാരപ്പൻ നിവാസികൾക്ക് കൃത്യമായ ഒരു രീതി ഉണ്ടായിരുന്നു, ആരാധനാ രീതികൾ ഉണ്ടായിരുന്നു. അത് പശുപതിയെ ആരാധിച്ചു, പ്രോട്ടോ ശിവ എന്ന പശുപതിയെ ആരാധിച്ചു, അതുപോലെ മാതൃദേവതകളെ ആരാധിച്ചു. ഇതിന്റെയൊക്കെ തെളിവുകൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ആൽമരത്തെ ആരാധിച്ചതിന്റെ തെളിവുകൾ, അതുപോലെ ഈ ഹംബഡ് ബുള്ളോക്കിനെ ആരാധിച്ചതിന്റെ തെളിവുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ആരാധനയുടെ വളരെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മാതൃദേവതയെ ആരാധിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കളിമണ്ണിൽ തീർത്ത ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആൽവൃക്ഷം വളർന്നു വരുന്നതിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ശില്പം നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ പലതരത്തിലുള്ള യോനി വിഗ്രഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു ഫാലസ് വേർഷിപ്പിന്റെ സൂചനകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ സിന്ധു നദീതട നാഗരികതയുമായിട്ട് മറ്റു അന്ന് പ്രബലമായിരുന്ന മെസോപ്പൊട്ടോമിയൻ സംസ്കാരവും ഒക്കെ ആയിട്ട് ഇവർക്ക് കച്ചവട ബന്ധങ്ങൾ ഉള്ളതിന്റെ തെളിവുകളും നമുക്ക് സീലുകളും അതുപോലെ മറ്റു നാഗരികതകളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ലഭിച്ചതിൽ നിന്ന് നമുക്ക് ഈ പ്രദേശങ്ങളുമായിട്ടൊക്കെ അവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ മെസോപ്പൊട്ടേമിയൻ രേഖകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള മെലൂഹ എന്നൊരു പരാമർശമുണ്ട്. അവിടെ മെസോപ്പൊട്ടേമിയൻ ലിപിയൊക്കെ വായിച്ചെടുക്കപ്പെട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. ക്യൂണിഫോം ലിപിയൊക്കെ വായിച്ചെടുത്തതാണ്. അപ്പൊ ക്യൂണിഫോമിൽ നിന്നൊക്കെ പരാമർശമുള്ള മെലൂഹ എന്ന പദം ഉപയോഗിക്കുന്നത് ഹാരപ്പയെ സൂചിപ്പിക്കാനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഖേത്രി ചെമ്പുകനയിൽ നിന്ന് ചെമ്പൊക്കെ ശേഖരിച്ചതിന്റെ ഒക്കെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഹാരപ്പൻ സൊസൈറ്റിയെ കുറിച്ചൊരു ഏകദേശ ചിത്രമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി അന്ന് ഒരു പാട്രിയാർക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പിതൃത്വാധികാര സിസ്റ്റമാണ് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. എങ്കിലും സ്ത്രീകൾക്ക് നല്ല പങ്കും പ്രാധാന്യവും ഒക്കെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. ഒരു ദമ്പതി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഈ ദമ്പതി എന്നതിന്റെ സൂചന ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പങ്കെടുത്താൽ മാത്രമാണ് അന്നത്തെ റിലീജിയസ് ആയിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ ഫലപ്രാപ്തി ലഭിക്കുക എന്നതായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോ ഈ രീതിയിൽ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതമാണ് ഹാരപ്പൻ നിവാസികൾ അന്ന് ഫോളോ ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചില ആർക്കിയോളജിക്കൽ സൈറ്റുകളും അതുപോലെ അതിന്റെ പ്രാധാന്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഈ പാഠഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ മോഹൻജൊദാരോ എന്ന പ്രദേശം ആദ്യമായിട്ട് കണ്ടെടുത്തത് ഹാരപ്പയാണ്. അത് ദയാറാം സാഹിനിയാണ് കണ്ടെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വരുന്നത് മോഹൻജൊദാരോ ആണ്, RD ബാനർജിയാണ്. പിന്നെ വരുന്നത് RL സ്റ്റെയിൻ കണ്ടെത്തിയ സുത്ക ജെൻഡോർ എന്ന പ്രദേശമാണ്. MG മജുംദാർ അമ്രി, അതുപോലെ M വാട്സ് രംഗ്പൂർ എന്ന പ്രദേശം, അതുപോലെ NG മജുംദാർ ചാൻഹുദാരോ എന്ന പ്രദേശം, ഖുറൈ കോട്ദിജി എന്ന പ്രദേശമൊക്കെ കണ്ടെടുക്കുന്നു. ഇനി കൂടാതെ തന്നെ രൂപാർ, കാലിബംഗൻ, ലോത്തൽ, സുത്കോട്ടട, ഇങ്ങനെ ബൻവാലി, ബിഷ്ട് തുടങ്ങിയ കുറെ പ്രദേശങ്ങൾ ഈ ഹാരപ്പൻ പ്രദേശങ്ങൾ ഉണ്ട്. ഇനി കാലിബംഗനിൽ നിന്ന് ഉഴവ് പാടങ്ങളുടെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ നിന്ന് ശ്മശാനം, പ്രത്യേകിച്ച് ഒരു H ആകൃതിയിലൊക്കെ ഉള്ള ഒരു ശ്മശാനം കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ മോഹൻജൊദാരോയിൽ നിന്നാണ് പലതരത്തിലുള്ള ആരാധനയുടെ മാതൃകകൾ കണ്ടെടുത്തു. ലോത്തലിൽ നിന്ന് തുറമുഖം കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ലോത്തലിൽ നിന്നാണ് കപ്പലിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഹാരപ്പയിൽ നിന്നും മോഹൻജൊദാരോയിൽ നിന്നും പലതരത്തിലുള്ള ധാന്യപ്പുരകള്, ഗ്രേറ്റ് ഗ്രാനറീസ് ഒക്കെ മോഹൻജൊദാരോയിൽ നിന്നൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശവമടക്കിന്റെ പല സൂചനകൾ, ഈവൻ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്നത് വരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ചെമ്പ് മഴു, രൂപാറിൽ നിന്ന് ഒരു ചെമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു മഴു കിട്ടിയിട്ടുണ്ട്. അതുപോലെ കാലിബംഗനിൽ നിന്ന് ഒട്ടകത്തിന്റെ എല്ലുകൾ ഫോസിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഹാരപ്പയിൽ നിന്ന് സ്ത്രീയുടെ മനോഹരമായ ഒരു ശില്പ മാതൃക ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ശില്പ മാതൃക ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു നിശ്ചിത സമയത്തുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ തീരാത്ത അത്രയും കാര്യങ്ങൾ
ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുണ്ട്. നോട്ട് നന്നായിട്ട് വായിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. താങ്ക് യു.